നമസ്കാരം. എല്ലാവർക്കും ഹെൽത്തി ടേസ്റ്റിയിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് നമുക്കൊരു നെത്തോലി ഫ്രൈ ഉണ്ടാക്കിയാലോ? വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒരു മീനാണിത്. അപ്പോൾ നമുക്കിത് വളരെ ഈസി ആയിട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. ഞാനിവിടെ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഒരു 1/2 കിലോ നെത്തോലി എടുത്തിട്ടുണ്ട്. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇപ്പോൾ നെത്തോലിക്ക് ചിലയിടങ്ങളിൽ കൊഴുവയെന്ന് അതുപോലെ ചൂടയെന്നൊക്കെ പേരുണ്ട്. അങ്ങനെ പല പേരുകളിൽ അറിയപ്പെടുന്ന ഒരു മീനാണ്. നമ്മളെപ്പോഴും ചെറിയ മീനുകൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുന്നതാണ് നല്ലത്. വളരെ ഹെൽത്തി ആയിട്ടുള്ള ഒന്നാണ് ചെറിയ മത്സ്യങ്ങൾ. അപ്പോൾ ഇന്ന് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. ഇനി നമുക്കിതിന് മസാല തയ്യാറാക്കിയെടുക്കാം. അപ്പോൾ മസാല തയ്യാറാക്കുവാനായി ഞാനിവിടെ ഒരു വലിയ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. ഇതൊരുവിധം എരിവുള്ള മുളക് പൊടിയാണ്. നിങ്ങൾക്ക് എരിവിനനുസരിച്ച് മുളക് പൊടി കൂട്ടിയോ കുറച്ചോ ഒക്കെ എടുക്കാം. ഇതിനോടൊപ്പം അല്പം മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ സ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. പാകത്തിന് ഉപ്പ് എടുത്തിട്ടുണ്ട്. ഉപ്പ് എടുക്കുന്ന സമയത്ത് ആദ്യമേ ഒരുപാട് ചേർക്കണ്ട. ഉപ്പ് ഈ മസാലയിൽ ഇല്ല എന്ന് തോന്നുവാണെങ്കിൽ പിന്നീട് കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ ആദ്യമേ ഉപ്പ് കൂടുതലാണെങ്കിൽ പിന്നെ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അതുകൊണ്ട് ഉപ്പ് ആദ്യം കുറച്ച് ചേർത്താൽ മതി. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു കഷ്ണം ഇഞ്ചിയും കുറച്ച് വെളുത്തുള്ളിയുമാണ്. ഇത് നല്ലൊരു ടേസ്റ്റ് മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്ത് കിട്ടും. അപ്പോൾ ചിലർ ഇതിലേക്ക് പെരുംജീരകം ചേർക്കാറുണ്ട്. ഞാനിപ്പോൾ ഇന്നത് ചേർക്കുന്നില്ല. നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഇഷ്ടമാണെങ്കിൽ പെരുംജീരകം കൂടി ചേർക്കാം. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടി ഒന്ന് പേസ്റ്റാക്കി എടുക്കണം. മിക്സിയിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. വെള്ളം കുറച്ചിട്ട് അരച്ചെടുക്കണം. നിങ്ങളുടെ കയ്യിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റ് ഉണ്ടെങ്കിൽ അത് മിക്സിയിലിട്ട് അരയ്ക്കേണ്ട. പകരം ആ ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും ഈ പൊടികളെല്ലാം കൂടി ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇനി നമുക്കിതൊന്ന് അരച്ചെടുക്കാം. നെത്തോലി ഫ്രൈ ചെയ്യാൻ വേണ്ടിയുള്ള മസാല തയ്യാറായിട്ടുണ്ട്. ഞാനിവിടെ വെള്ളം ഇതുപോലെ കുറച്ച് ഒഴിച്ചിട്ടാണ് അരച്ചെടുത്തത്. വെള്ളം ഒത്തിരി കൂടിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മീൻ കഴുകി വെക്കുമ്പോൾ അതിലും കുറച്ച് വെള്ളം ഉണ്ടാവും. അപ്പോൾ ഈ രണ്ടും അങ്ങ് വെള്ളമായി കഴിഞ്ഞാൽ ഇതിൻ്റെ ഈ അരപ്പൊന്നും ഈ മീനിൽ നന്നായിട്ട് പിടിച്ചിരിക്കത്തില്ല. അതുകൊണ്ട് കുറച്ച് ഡ്രൈ ആയിട്ടുള്ള രീതിയിൽ വേണം നമ്മളിത് മസാല തയ്യാറാക്കിയെടുക്കാൻ. അപ്പോൾ ഈ മസാലയ്ക്ക് ഉപ്പുണ്ടോ എന്ന് നോക്കുക. മസാലയിൽ ഒരുവിധം നന്നായിട്ട് ഉപ്പൊന്ന് അറിഞ്ഞാൽ മതി. ഉപ്പ് തീരെ കുറവായിട്ടാണ് തോന്നുന്നതെങ്കിൽ ഒരിത്തിരി ഉപ്പ് ചേർത്ത് കൊടുക്കണം. എങ്കിൽ മാത്രമേ മീനിലും ആ ഉപ്പ് ഉണ്ടാകത്തുള്ളൂ. അപ്പോൾ ഇനി നമുക്കിത് മീനിലേക്ക് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇതുപോലെ മസാല മീനിലേക്ക് ഇട്ടിട്ട് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. എല്ലാ വശത്തേക്കും ഈ മസാല നന്നായിട്ട് പിടിക്കുന്നത് പോലെ മിക്സ് ചെയ്തെടുക്കണം. ഈ മസാല മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിച്ച് കിട്ടാൻ വേണമെങ്കിൽ കുറച്ച് സമയം ഇതൊന്ന് സെറ്റാകാൻ വേണ്ടി വെക്കാം. അതല്ലെങ്കിൽ അന്നേരം തന്നെ ഫ്രൈ ചെയ്തെടുക്കുകയും ചെയ്യാം. അപ്പോൾ ഇനി നമുക്കിത് ഫ്രൈ ചെയ്യാം. നിങ്ങൾക്ക് നല്ല ക്രിസ്പി ആയിട്ട് വേണമെങ്കിൽ എണ്ണയിലേക്ക് ഇട്ടിട്ട് ഇത് പെട്ടെന്ന് തന്നെ ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ കുറച്ച് എണ്ണ ഒഴിച്ചിട്ട് തിരിച്ച് മറിച്ച് വിട്ടിട്ട് മൂപ്പിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ കുറച്ച് എണ്ണ ഒഴിച്ചിട്ടാണ് ഇത് മൂപ്പിച്ചെടുക്കുന്നത്. എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്കിതുപോലെ മീൻ ചേർത്തിട്ട് വറുത്തെടുക്കാം. ഒരു മീഡിയം രീതിയിൽ തീയിട്ട് കൊടുത്താൽ മതി. തീ കൂടിപ്പോയി കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോകും. കാരണം ചെറിയ മീനാണല്ലോ. അതുകൊണ്ട് ഒരു മീഡിയം രീതിയിൽ തീയിട്ടിട്ട് വറുത്തെടുക്കാം. ഒരു വശം മൂത്ത് കഴിഞ്ഞാൽ ഇതുപോലെ തിരിച്ചിട്ടിട്ട് മറുവശം കൂടി മൂപ്പിച്ചെടുക്കാം. നമ്മുടെ നെത്തോലി ഫ്രൈ തയ്യാറായിട്ടുണ്ട്. ഇത് കുറച്ച് സോഫ്റ്റാണ്, എന്നാൽ ആവശ്യത്തിന് ക്രിസ്പിയുമാണ്. ആ ഒരു പരുവത്തിലാണ് ഞാനിതിപ്പോൾ ഫ്രൈ ചെയ്തെടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഏത് രീതിയിലാണോ ഇഷ്ടം ആ രീതിയിൽ ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നോൺ സ്റ്റിക്ക് പാത്രം ഉപയോഗിച്ച് കഴിഞ്ഞാൽ എണ്ണ കുറച്ച് ഒഴിച്ചിട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ നോൺ സ്റ്റിക്ക് പാത്രമാണ് ഉപയോഗിച്ചത്. നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിലും ഇത് ഫ്രൈ ചെയ്തെടുക്കാം. അതല്ലെങ്കിൽ ഓയിലിലേക്ക് ഇട്ടിട്ടും ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് ചോറിനോടൊപ്പം മാത്രമല്ല ഒരു സ്നാക്കായിട്ട് പോലും ഇത് കഴിക്കാൻ പറ്റും. അത്ര ടേസ്റ്റിയാണ്, അതുപോലെ ഹെൽത്തിയുമാണ്. അപ്പോൾ നിങ്ങളിത് ഉണ്ടാക്കി നോക്കുമല്ലോ. അതിനുശേഷം നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഞങ്ങളെ അറിയിക്കണം. ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. മറ്റൊരു നല്ല വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ നന്ദി, നമസ്കാരം.